ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കിരൺ സ്റ്റഡി സർക്കിളിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ കേരള ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോർച്ചുഗീസുകാരുടെ യൂറോപ്യന്മാരുടെ ആഗമനത്തില് പോർച്ചുഗീസുകാരെ കുറിച്ച് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ പോർച്ചുഗീസുകാരുടെ സംഭാവന എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാരുടെ ക്ലാസ്സിലെ ഏറ്റവും ലാസ്റ്റ് ക്ലാസ്സിലോട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞു. എങ്കിൽ നമുക്ക് പോർച്ചുഗീസുകാരുടെ സംഭാവനയോടെ ഈ പരിപാടി നമുക്ക് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. അപ്പൊ നമുക്ക് ആ ക്ലാസ് ഒന്ന് നോക്കാം. രണ്ടുപേര് കിരൺ, നമ്മൾ ക്ലാസ്സിലോട്ട് എന്ത് ചെയ്യുന്നു, പോകുന്നു. ലെറ്റ്സ് ഗോ. അപ്പൊ ഇത് അഞ്ചാമത്തെ ക്ലാസ് ആണ്, ലാസ്റ്റ് ക്ലാസ് ആണ് പോർച്ചുഗീസിന്റെ. ഓക്കെ, നമ്മളൊരു കഥ പോലെയാണ് പഠിക്കുന്നത്. കഴിഞ്ഞ 4 ക്ലാസ് കണ്ടിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു സ്റ്റോറി ലെവലിലാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ പഠിക്കുന്നുണ്ടാവുക. ആ സ്റ്റോറി നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട് എന്ന് നമ്മൾ വിചാരിക്കുന്നു. ഓക്കെ, മാക്സിമം ഡൗട്ട് ചോദിക്കുക, കൺസെപ്റ്റ്സ് എന്ത് ചെയ്യുക, ക്ലിയർ ചെയ്യുക. നിങ്ങളുടെ ഡൗട്ട്സ് എല്ലാം കിട്ടുന്നുണ്ട്. സോ സന്തോഷം, നിങ്ങൾ ഡൗട്ട്സ് ചോദിക്കുന്നതിൽ. ഡൗട്ട് വരുമ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യുമ്പോഴാണ് എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റുക. ഞാൻ എപ്പോഴും പറയുന്ന പോലെ എക്സാം ഹാളിൽ പോയിട്ട് ഡൗട്ട് അടിക്കുന്നതിനേക്കാളും നല്ലത് ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ്, അതേപോലെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ വളരെ ധൈര്യമായിട്ട് ചെയ്യണമെങ്കിൽ ഡൗട്ട് എന്ത് ചെയ്യണം, ഇവിടെ നിന്ന് ക്ലിയർ ചെയ്യണം. ഓക്കെ സാർ, അതൊക്കെ ഞങ്ങൾക്ക് അറിയാം സാർ, ക്ലാസ്സിലോട്ട് പോകാം. അപ്പൊ 2 കാര്യം സ്ഥിരമായിട്ട് പറയുന്ന കാര്യമുണ്ട്. ഒന്ന് @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. ഇതിലാണ് ഈ എന്താ പറയാ PDF-ഉം ഇതിന്റെ ഡാറ്റയും ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, @കിരൺ സ്റ്റഡി സർക്കിൾ ഡിഗ്രി എന്ന് പറഞ്ഞിട്ടൊരു ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഡിഗ്രിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള PDF-ഉം മറ്റു കാര്യങ്ങളും എന്ത് ചെയ്യും, അവിടെ ലഭിക്കുന്നതായിരിക്കും. PDF ലഭിക്കുന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ ദാ കിടക്കുന്നു എന്ത്, ക്ലാസ്സിലോട്ട് പോകാം. നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന പോർച്ചുഗീസിന്റെ സംഭാവന പേരാണ് കൊളോക്കിയസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ. എന്റെ അമ്മ, തുടക്കം തന്നെ കല്ലുകടിയാണല്ലോ സാറേ. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു കാര്യത്തോട് തുടങ്ങിക്കൂടെ? ഓക്കെ, നമുക്ക് എല്ലാം സിമ്പിൾ അല്ല മക്കളെ. എന്നാ അതാ പിടിച്ചോ. പറഞ്ഞ ബുക്ക് ഒരു സാധനമാണ് പറഞ്ഞിരിക്കുന്നത്, ഒരു ബുക്കിന്റെ പേരാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ബുക്കിന്റെ പേര്? കൊളോക്കിയസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ. സാർ, ഡ്രഗ്സാ? ഡ്രഗ്സ് നമ്മുടെ ഈ കൊക്കെയിൻ അങ്ങനെയുള്ള പരിപാടി എന്തെങ്കിലും തുടങ്ങാൻ ഉദ്ദേശമുണ്ടാ? ലോകേഷിന്റെ LC പോലെ വല്ല പരിപാടിയാണോ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്? ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറും കൊക്കെയിനും ഹാഷിഷും കഞ്ചാവും ഒന്നും അത് മാത്രമല്ല. അതായത് നമ്മുടെ മരുന്നുകളെയും നമ്മൾ എന്ത് വിളിക്കുന്നതായിരിക്കും, ഡ്രഗ്സ് എന്ന് വിളിക്കുന്നതായിരിക്കും. ഇത് എപ്പോ തൊട്ട് വിളിക്കാൻ തുടങ്ങി? പണ്ട് തൊട്ടേ എങ്ങനെ ഇങ്ങോട്ട് പരിപാടി ഉണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു വ്യക്തി ഉണ്ടായിരുന്നു. ആ വ്യക്തിയുടെ പേരാണ് ഗാർസിയ ഡി ഓർട്ട എന്ന് പറയുന്ന വ്യക്തി. ഈ ഗാർസിയ ഡി ഓർട്ട എന്ന് പറഞ്ഞ വ്യക്തി ഗോവയിൽ പോയതിനു ശേഷം അവിടെ ഇരുന്ന് കാര്യങ്ങൾ പഠിച്ചു. എന്നിട്ട് അവിടെ എന്താണ്, വൈദ്യശാസ്ത്രത്തില് വലിയൊരു ഗംഭീരമായ വ്യക്തിയാണ് ഈ ഗാർസിയ ഡി ഓർട്ട എന്ന് പറയുന്ന വ്യക്തി. അദ്ദേഹം അവിടെ പോയിട്ട് ഔഷധ സസ്യങ്ങളെ കുറിച്ചെല്ലാം പഠിച്ചതിന് ശേഷം അതിനെക്കുറിച്ചൊരു ബുക്ക് എഴുതി. ആ ബുക്കിന്റെ പേരാണ് കൊളോക്കിയസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ എന്തിനെ കുറിച്ച് നമുക്ക് പ്രധാനമായിട്ട് വൈദ്യശാസ്ത്രത്തെക്കുറിച്ചും അതേപോലെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളെ കുറിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അറിയാൻ പറ്റും. അപ്പൊ കുറെ പേര് സാർ ഈ പറയുന്നത് തെറ്റാ. ഓക്കെ, നമ്മുടെ ഹോർത്തൂസ് മലബാറിക്കസ് ആണ് എന്ത് പ്രധാനപ്പെട്ട ഔഷധ സസ്യമായിട്ടുള്ളത്. അത് ഡച്ചുകാരാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഡച്ചുകാർ പഠിക്കുമ്പോൾ കൃത്യമായി പഠിക്കുന്നതായിരിക്കും, അതിൽ ഒരു യാതൊരുവിധ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടാ. പക്ഷെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഹോർത്തൂസ് മലബാറിക്കസ് എന്ന് പറയുന്നത് മലബാർ മേഖലയിലുള്ള എല്ലാ ഔഷധ സസ്യങ്ങളെ കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. പക്ഷെ ഈ ഗാർസിയ ഡി ഓട്ട എന്ന് പറഞ്ഞ വ്യക്തി ഒരു ഉഷ്ണമേഖലാ വൈദ്യശാസ്ത്രത്തിന്റെ പയനിയറായിരുന്നു. ഉഷ്ണമേഖല എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഹോട്ട് പ്ലേസസ്, ചൂടുള്ള സ്ഥലങ്ങളെ കുറിച്ചാണ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ ഇദ്ദേഹത്തിന്റെ കൊളോക്കിയസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യയിൽ പ്രധാനമായിട്ട് ഉഷ്ണമേഖലയെ കേന്ദ്രീകരിച്ചുള്ള ഭാഗമായിരിക്കും ഉണ്ടാവുക. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് എല്ലാ ചെടികളെയും കുറിച്ച് അദ്ദേഹം പഠിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുസ്തകം ഹോർത്തൂസ് മലബാറിക്കസ് തന്നെയാണ്, അതിൽ യാതൊരു ഡൗട്ടും ഇല്ല. പക്ഷെ ആദ്യമായിട്ട് ചെയ്ത ആരാ? ഗാർസിയ ഡി ഓർട്ടയാണ്. അത്രേ ഉള്ളൂ. എപ്പോഴാണ് ഇദ്ദേഹം ഇത് ചെയ്തത്? 1563 ഏപ്രിൽ 10 ഗോവയിലാണ് നടക്കുന്നത്. അത് സാർ, ഗോവയിൽ നടക്കാനുള്ള കാരണം, പോർച്ചുഗീസുകാർ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് എവിടെയാ? ഗോവയിലാണ്. അവർ ഈ ഗോവ 1510 പിടിച്ചടക്കിയതിനു ശേഷം 1961 വരെ ആരുടെ കയ്യിലാണ്? നമ്മുടെ എന്താ പറയാ, പോർച്ചുഗീസുകാരുടെ കയ്യിൽ തന്നെയാണ്. അപ്പൊ ഈ ഗാർസിയ ഡി ഓട്ട എന്ന് പറയുന്ന വ്യക്തി ഒരു ജൂത വൈദ്യനും പ്രകൃതി ശാസ്ത്രമായിരുന്നു. അപ്പൊ നാച്ചുറിനെ കുറിച്ച് പഠിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഈ ഗാർസിയ ഡി ഓട്ട. അദ്ദേഹം എഴുതിയ ബുക്കിന്റെ പേര് നിങ്ങൾക്ക് കിട്ടിയല്ലോ. എന്തായിരുന്നു ബുക്കിന്റെ പേര്? ഒന്നുകൂടി പറയാമോ? കൊളോക്കിയസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ. ഡ്രഗ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള പരിപാടിയാണ്. ഇനി പോർച്ചുഗീസുകാർ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് ദൈവശാസ്ത്ര സെമിനാറുകളും കോളേജുകളും എന്ത് ചെയ്തു, സ്ഥാപിച്ചു. കോളേജുകൾ സ്ഥാപിക്കുക എന്ന് പറയുന്നത് വളരെ
വളരെ നല്ലൊരു പരിപാടിയാണ്. പക്ഷെ കോളേജിന് തൊട്ടടുത്ത് നിന്നുണ്ടാവും ഒരു ചർച്ച് ഉണ്ടാവും. ചർച്ചുള്ളതുകൊണ്ടെങ്കിൽ പ്രശ്നമുണ്ടോ? വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ആ ചർച്ചിൽ പോയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാവരെയും എന്തായിരിക്കും ക്രിസ്ത്യാനിറ്റി കൺവേർട്ട് ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. ഓക്കെ, പണ്ട് ഉണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ പോർച്ചുഗീസുകാര് സ്കൂൾ കോളേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് എന്തിനു വേണ്ടിയിട്ടാ? ക്രിസ്ത്യാനിറ്റിയിലേക്ക് ആളുകൾ കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പരിപാടി നടത്തിയിട്ടുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഒരുപാട് പേർക്ക് എഡ്യൂക്കേഷൻ കിട്ടിയില്ലേ, വെസ്റ്റേൺ എഡ്യൂക്കേഷൻ കിട്ടിയില്ലേ, എന്താ പറയാ, നമ്മളിവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം സയൻസും സോഷ്യൽ സയൻസും മാത്സും ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഒക്കെ വന്നില്ലേ? ഒരു നല്ല കാര്യം തന്നെയാണല്ലോ അത്. അപ്പൊ ആ രീതിക്ക് നമുക്ക് അതിനെ എടുക്കാം. ഓക്കെ, അപ്പൊ ദൈവശാസ്ത്ര സെമിനാരിയും കോളേജും ഉണ്ടായിരുന്നു. കോളേജിന്റെ പേര് സെന്റ് പോൾ, സെന്റ് തോമസ് എന്നൊക്കെ ആയിരിക്കും ഉണ്ടാവുക. നമ്മൾ നോക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട ദൈവശാസ്ത്ര സെമിനാരിയെ കുറിച്ചാണ്. ഒന്ന്, കൊടുങ്ങല്ലൂരിൽ ഒരു ഫ്രാൻസിസ്കൻ സെമിനാരി, വൈപ്പിൻകോട്ട, കൊച്ചി, അങ്കമാലിയിൽ ഒരു ജെസ്യൂട്ട് സെമിനാരി, കടുംതുരുത്തിയിൽ ഒരു ഡൊമിനിക്കൻ സെമിനാരി. സാർ ഇതെന്താ ഉദ്ദേശിക്കുന്നത്? അതായത് ഫ്രാൻസിസ്കൻ സെമിനാരിയിൽ അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ത് ചെയ്യും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ജെസ്യൂട്ട് സെമിനാരിയിൽ ജെസ്യൂട്ടുമായി ബന്ധപ്പെട്ട കാര്യം എന്തായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഡൊമിനിക്കൻ സെമിനാരിയിൽ ഡൊമിനിക്കനുമായി ബന്ധപ്പെട്ട കാര്യം എന്തായിരിക്കും? ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ സാർ ആള് കൊള്ളാലോ. ഓക്കെ, എന്താ പരിപാടി? ജസ്റ്റ് വായിച്ചു നോക്കിയതിനു ശേഷം ഫ്രാൻസിനെ ഡിസ്കസ് ചെയ്യും, ജസൂസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യും, ഡൊമിനിക്കനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നു പറഞ്ഞു വിട്ടാൽ പറ്റുമോ? അങ്ങനെ ഞങ്ങൾ വിടൂല. കാര്യം പറ. അതെ, ഓക്കെ. അതായത് ഇപ്പൊ ക്രിസ്ത്യാനിറ്റി ആണെങ്കിലും അതിൽ സെന്റ് ഫ്രാൻസിനെ ഫോളോ ചെയ്യുന്നവരുണ്ടാവും. ജെസ്യൂട്ട്സ് വളരെ പണ്ട് തന്നെ ഇവിടെ വന്നതിന് ശേഷം, കേരളത്തിൽ വന്നതിന് ശേഷം ഇന്ത്യയിലൊക്കെ വന്നിട്ട് എഡ്യൂക്കേഷൻ പ്രോത്സാഹിപ്പിക്കാനും ക്രിസ്ത്യാനിറ്റിയെ പ്രോത്സാഹിപ്പിക്കാനും ഉണ്ടായിരുന്ന കാത്തോലിക്സിന്റെ ഒരു ഭാഗമാണ്, പഴയ ജൂസിന്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ഒരുപാട് കൾച്ചറൽ വാല്യൂ ഉള്ള ആളുകളാണ് ജെസ്യൂട്ട്സ് എന്ന് പറയുന്നത്. അവരുടെ പ്രധാനപ്പെട്ട പണി തന്നെ എന്തിനെ കുറിച്ചാണ്? ക്രിസ്ത്യാനിറ്റിയെ കുറിച്ച് എല്ലാ സ്ഥലങ്ങളിലും എത്തിക്കുക എന്നുള്ളതാണ് പരിപാടി ഉണ്ടായിരുന്നത്. ഡൊമിനിക്കൻ വിഭാഗം എന്ന് പറയുന്ന വിഭാഗം സെപ്പറേറ്റ് ആയിട്ട് ഡൊമിനിക്കൻ ഒരു തത്വശാസ്ത്രം ഫോളോ ചെയ്യുന്ന ഒരു വിഭാഗമാണ്. സാർ ഈ സിമ്പിൾ ആയിട്ട് കാര്യം പറയാൻ പറ്റും. അതായത് നിങ്ങളിപ്പോ ഹിന്ദുവിസത്തിൽ വിശ്വസിക്കുന്നു വിചാരിക്കും. നിങ്ങൾക്ക് ഹിന്ദുവിസത്തിൽ നിരവധി ദൈവങ്ങളില്ലേ? ഓക്കെ, നിരവധി രീതിയിൽ പോകാനുള്ള വഴിയില്ലേ? ഹിന്ദുയിസം ഡിവൈഡ് ചെയ്തിട്ടല്ലേ എന്തുണ്ടായിരിക്കുന്നത്? ബുദ്ധിസം, ജൈനിസം അങ്ങനെയുള്ള ഐഡിയ ഒക്കെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ക്രിസ്ത്യാനിറ്റിയിലും കാത്തോലിക്സ് ഉണ്ട്, അത് റോമൻ കാത്തോലിക്സ് ഉണ്ട്, ലാറ്റിൻ കാത്തോലിക്സ് ഉണ്ട്, പ്രൊട്ടസ്റ്റന്റുകാരുണ്ട്, വേറെ വിഭാഗക്കാരുണ്ട്, പെന്തക്കോസ് ഉണ്ട്, ഒരുപാട് വിഭാഗക്കാർ എല്ലാ മതത്തിലും ഉണ്ട് കേട്ടോ. എങ്കിൽ ഓക്കെ, ഇവര് പോർച്ചുഗീസുകാര് അവിടെ നിന്ന് എല്ലാവരെയും വിളിച്ചു. ഒരു ഫ്രാൻസിസ്കൻ സെമിനാരി എവിടെ സ്റ്റാർട്ട് ചെയ്തു? കൊടുങ്ങല്ലൂരില്. ഒരു ജെസ്യൂട്ട് അവർ പഠിപ്പിക്കുന്ന സെമിനാരി എവിടെ സ്റ്റാർട്ട് ചെയ്തു? വൈപ്പിൻകോട്ട, കൊച്ചി, അങ്കമാലിയില്. ഓക്കെ, കടുംതൂരത്തിൽ എന്ത് സ്റ്റാർട്ട് ചെയ്തു? ഡൊമിനിക്കൻ സെമിനാരി സ്റ്റാർട്ട് ചെയ്തു. ഓക്കെ, എങ്കിൽ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ക്വസ്റ്റ്യൻ കാണുന്നില്ല, ഞാൻ ഇങ്ങോട്ടൊന്ന് മാറട്ടെ കേട്ടാ. ഓക്കെ, ഞാൻ ഇങ്ങോട്ടൊന്ന് മാറി. പോർച്ചുഗീസുകാർ കേരളത്തിന് നിരവധി സംഭാവന നൽകിയിട്ടുണ്ട്. ഞങ്ങൾക്ക് അറിയാം. താഴെ പറയുന്നതിൽ ഏതാണ് പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത്? സാർ, അവിടെ അവർ കുരുമുളകിന്റെ ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചെന്ന് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അത് അവിടെ നിൽക്കട്ടെ. നമ്മൾ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിയേ. അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. സാർ, കോളേജ് സ്ഥാപിച്ചു എന്നുള്ളത് കാണുന്നില്ല. മുകളിലേക്ക് ഇത് മാറ്റാം. ഓക്കെ, അപ്പൊ അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. അവർ സ്ഥാപിച്ചില്ലേ? അതല്ലേ നമ്മളിപ്പോ പഠിച്ചിട്ടുണ്ടായിരുന്നേ? അത്രയും ശരിയാണെന്ന് മനസ്സിലായില്ലേ? ബാക്കി നമുക്ക് ഈ ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? ഡിപ്പ ചെയ്യാം. ഓക്കെ, ഈ നമ്മുടെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻ, ഉഷ്ണമേഖല വൈദ്യശാസ്ത്രത്തിലെ പ്രവർത്തനത്തിന് പേര് കേട്ട ഒരു പോർച്ചുഗീസ് വൈദ്യനും പ്രകൃതി ശാസ്ത്രജ്ഞനുമായിരുന്നു ഗാർസിയ ഡി ഓട്ട. കറക്റ്റ് ആണോ? അദ്ദേഹം ഉഷ്ണമേഖല വൈദ്യശാസ്ത്രത്തിന് പേര് കേട്ട ആളാണോ? അതെ. പോർച്ചുഗീസ് വൈദ്യനാണോ? അതെ. ഏത് റിലീജിയൻ ഉള്ള ആളായിരുന്നു? ജൂവിലുള്ള ആളായിരുന്നു, ജൂത വൈദ്യനായിരുന്നു. പ്രകൃതി ശാസ്ത്രജ്ഞനായിരുന്നോ? അതെ. പുള്ളിയുടെ പേര് ഗാർസിയ ഡി ഓട്ട ആയിരുന്നോ? അതെ. എങ്കിൽ അദ്ദേഹത്തിന്റെ പ്രശസ്തമായ പുസ്തകത്തിന്റെ പേര് എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എന്റെ കൂടെ പറഞ്ഞേ. എന്താ? കൊളോക്യൂസ് ഓൺ ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ. ഡ്രഗ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഔഷധ സസ്യങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഔഷധ സസ്യങ്ങളെ കുറിച്ച് യൂറോപ്യന്മാർ ഇവിടെ ഇന്ത്യയിൽ ഉണ്ടാക്കിയ ഒരു ആദ്യത്തെ പുസ്തകമായിട്ട് നമുക്ക് ആരെ കൺസിഡർ ചെയ്യാൻ പറ്റും? ഈ കൊളോക്യൂസ് ഓഫ് ദി സിംപ്ലസ് ആൻഡ് ഡ്രഗ്സ് ഓഫ് ഇന്ത്യ കൺസിഡർ ചെയ്യാൻ പറ്റും. എങ്കിൽ ഹോർത്തൂസ് മലബാറിക്കസിന്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്താ? അത് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുസ്തകമാണ്. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പുസ്തകം നമ്മുടെ യൂറോപ്യന്മാര് കേരളത്തെ കുറിച്ചും ഒരുപക്ഷെ ഇന്ത്യയെ കുറിച്ചും എന്ത് ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത്രയും വലുതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. പക്ഷെ നമുക്കിവിടെ എന്താ വേണ്ടത്? ഗാർസിയ ഡി ഓട്ട. ശരിയല്ലേ? അപ്പൊ കോർത്തൂസ് മലബാറിക്കസുമായ ഡൗട്ട് ക്ലിയർ ആയില്ലേ? അതേപോലെ ഗാർസിയ ഡി ഓട്ടയുടെ പരിപാടി ശരിയായില്ലേ? അതെ. എങ്കിൽ പോർച്ചുഗീസുകാർ വന്നതിലൂടെ ഇന്ത്യയുടെ നാവികശക്തി എന്ത് ചെയ്തു? വീണ്ടും റെഡിയായി. സാർ, വീണ്ടും ശരിയായി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പ് നാവികശക്തി ഉണ്ടായിരുന്നോ? ഓബിയസ്ലി ഉണ്ടായിരുന്നു. നമ്മുടെ ചോളന്മാരുടെ കയ്യിൽ എന്തുണ്ട്?
നാവികശക്തി ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ പുതിയ ന്യൂസ് പ്രകാരം തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്ന രാജാക്കന്മാര് എവിടെ വരെ പോയി? ഈജിപ്തിൽ പോയിട്ട് അവിടെ വരെ വ്യാപാരം ചെയ്ത് എന്തുണ്ട് സിറ്റുവേഷൻ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അപ്പൊ പഴയ നാവികശക്തി ഉണ്ടായിരുന്നു, പിന്നീട് അത് എന്ത് ചെയ്തു? തകർന്നു വരികയാണ് ചെയ്തത്. എങ്കിൽ യൂറോപ്യന്മാര് വന്നതിന് ശേഷം നാവികശക്തിയിൽ ഉണ്ടായ മാറ്റത്തെ വിളിക്കുന്ന പേരാണ് യൂറോപ്യൻ യുഗം. എന്ന് വെച്ചാൽ ഇവിടെ അവർക്ക് കപ്പൽ ഉണ്ടാക്കണ്ടേ, ഇവിടെ അവർക്ക് കപ്പൽ ഉണ്ടാക്കണമെങ്കിൽ കപ്പലിനെ റിപ്പയർ ചെയ്യണ്ടേ. അപ്പൊ ഇവിടെയുള്ള ആളുകൾക്കും അവരെന്ത് ചെയ്തു? കപ്പലിനെ റിപ്പയർ ചെയ്യാനും എങ്ങനെയാണ് കപ്പൽ ഉണ്ടാക്കുക എന്നും ഒക്കെ എന്ത് ചെയ്തു? പഠിപ്പിച്ചു കൊടുത്തു. അപ്പൊ നേരത്തെ ഇന്ത്യൻ സ്റ്റൈലിൽ ഉണ്ടായിരുന്ന കാര്യം എന്ത് ചെയ്ത് യൂറോപ്യൻ സ്റ്റൈലിലേക്ക് മാറി. കുറെ കാലമായിട്ട് നമ്മൾ കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. സാർ, ഈ കുറെ കാലം എന്ന് പറഞ്ഞാൽ ഏകദേശം എത്ര വർഷം ഉണ്ടാവും? ഒരു 10,000-2000 വർഷം. 10,000-2000 ഒന്നുമില്ല, സോറി, അതൊക്കെ വളരെ കൂടുതലാണ്. ഓക്കെ, ഒരു 400 വർഷമൊക്കെ നമ്മൾ എന്തുണ്ടാവില്ല, കപ്പലൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. 2000 400 ആയി. ശരി ശരി എന്നല്ലേ ഉദ്ദേശിച്ചത്? അതെ, ഓക്കെ. അപ്പൊ ഒരു 400 വർഷമായിട്ട് നമ്മൾ ഉണ്ടാവില്ല, ഒരു കപ്പൽ ഉണ്ടാക്കി ഉണ്ടാവില്ല. ആ ആ നമ്മൾ കപ്പലിൽ വളരെ പുറത്തു പോകുന്നതൊക്കെ കുറവായിരിക്കും. പക്ഷെ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്തു? കപ്പൽ ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്തു. യൂറോപ്യൻ യുഗം എന്ത് ചെയ്തു? അറിയപ്പെടുകയും ചെയ്തു. അങ്ങനെ ഈ പോർച്ചുഗീസുകാർ വന്നതോടെ നമ്മുടെ നാവികശക്തി എന്ത് കുറച്ചുകൂടി ബെറ്റർ ആയി. യൂറോപ്യൻ യുഗം സ്റ്റാർട്ട് ചെയ്തു. ഇത്രയും കാര്യം ഒക്കെ അല്ലേ? സൈന്യത്തിലെ നവീകരണങ്ങൾ. അങ്ങനെ 16-ാം നൂറ്റാണ്ടില് മലബാറിൽ പോർച്ചുഗീസുകാര് ശരീരത്തിനെ കവർ ചെയ്യുന്ന ശരീര കവചം, മാച്ച് ലോക്ക് പട്ടാളക്കാർ, കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന തോക്കുകൾ എന്നിവ എന്ത് ചെയ്തു? ഇൻട്രൊഡ്യൂസ് ചെയ്തു. എന്താണ് സാർ ഉദ്ദേശിക്കുന്നത്? ഇതാണ് കപ്പലിൽ നിന്ന് ഇറങ്ങുന്ന തോക്കുകൾ. അപ്പൊ കപ്പലിൽ ഒരു തോക്ക് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? വെടിവെക്കാൻ പറ്റും. സാർ, ഇതൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഇതൊക്കെ ഞങ്ങൾ സ്ഥിരമായി കാണുന്ന പരിപാടിയാ. അതെ, അത് ആദ്യമായിട്ട് നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ആരാ? നമ്മുടെ പോർച്ചുഗീസുകാരാണ്. ഓക്കെ, അപ്പോ ഇതാണ് മാച്ച് ലോക്ക് പട്ടാളക്കാർ ഉപയോഗിക്കുന്ന എന്താ? തോക്കായിട്ടുള്ളത്. ഓക്കെ, പ്രധാനപ്പെട്ട തോക്കായിട്ട് അവിടെ വരാൻ വേണ്ടി പോകുന്ന കാര്യമായിട്ടുള്ളത്. മാച്ച് ലോക്ക് പട്ടാളക്കാർ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഒരേ രീതിയിലുള്ള തോക്ക് ഉണ്ടാവും. അവരെന്ത് ചെയ്യും? ഒരേ രീതിയിൽ മുന്നോട്ട് പോകുന്ന രീതിക്കായിരിക്കും കാര്യങ്ങൾ ഉണ്ടാവുക. ശരീര കവചം നിങ്ങൾക്ക് അറിയാലോ, ശരീരത്തെ നമുക്ക് എന്ത് ചെയ്യണം? കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെല്ലാം ചെയ്യാൻ വേണ്ടി അവർ ഉദ്ദേശിക്കുന്ന പരിപാടിയുടെ പേരാണ് എന്തുള്ളത്? സൈനിക നവീകരണം എന്ന് പറയുന്നത്. അതാണ് സൈന്യത്തെ നവീകരിച്ചോ? തീർച്ചയായും അവർ നവീകരിച്ചു. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ 1556 ഗോവയിൽ അവർ ഇന്ത്യയിൽ ആദ്യത്തെ എന്താ അച്ചടി സ്ഥലം സ്ഥാപിച്ചു. എന്തിനാ സ്ഥലം അച്ചടി സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നത്? സിമ്പിൾ ആയ കാര്യത്തിന് വേണ്ടിയിട്ടാ. ബൈബിൾ അടിക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ അടിക്കണം, ബുക്സ് അടിക്കണം, അതിനൊക്കെ വേണ്ടി എന്ത് ചെയ്തു? അവർ സ്ഥാപിച്ചു. 1577-ലും 1580-ലും കേരളത്തിലെ പുന്നക്കായലിലും തരങ്കമ്പാടിയിലും എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ അച്ചടി സ്ഥലം സ്ഥാപിച്ചു. ഇപ്പോൾ കറന്റ്ലി ഈ സ്ഥലങ്ങൾ എവിടെയാ? തമിഴ്നാട്ടിലാണ്. എന്താ സാർ തമിഴ്നാട്ടിന് പോയത്? പണ്ടത്തെ കേരളം പറഞ്ഞ 1600-കളിലെ കേരളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാവും? തമിഴ്നാട്ടിന്റെ ഭാഗമെല്ലാം ഉണ്ടാവും. പിന്നീട് 1956-ൽ കേരളം ഉണ്ടായപ്പോൾ കുറെ സ്ഥലം തമിഴ്നാട്ടിലേക്ക് പോയി, കുറെ സ്ഥലം എന്ത് ചെയ്തു? കേരളത്തിലേക്ക് വന്നു. അങ്ങനെ ഒരുപാട് പരിപാടിയുണ്ട്. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യുക? കേരളത്തിന്റെ രൂപീകരണ സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 1577-ലും 1580-ലും പുന്നക്കായലിലും തരങ്കമ്പാടിയിലും പോർച്ചുഗീസ് എന്ത് ചെയ്തു? അച്ചടി സ്ഥലം സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം സ്ഥാപിച്ച എവിടെയാ? ഗോവയിലാണ്. വർഷം എപ്പോഴാ? 1556. ഓക്കെ, കൊച്ചിയിലും ഒരു അച്ചടി സ്ഥലം സ്ഥാപിച്ചു, വൈപ്പിനിലും ഒരു അച്ചടി സ്ഥലം സ്ഥാപിച്ചു. ഓക്കെ, 1542-ല് ഗോവയില് സെന്റ് പോൾസ് കോളേജ് എന്നൊരു കോളേജ് ഉണ്ടാക്കി. ഇതിലൂടെ ജെസ്യൂട്ടുകൾക്ക് എന്താ? ഇന്ത്യയിൽ യൂറോപ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം അവർ പരിചയപ്പെടുത്തി. അപ്പൊ അതിനു മുമ്പ് ഇന്ത്യക്കാർ എന്താ സാർ പഠിച്ചിട്ടുണ്ടായിരുന്നത്? വേദം പഠിക്കും, പിന്നെന്താ ഉപനിഷത്ത് പഠിക്കും, ഇപ്പം ഈ ഇസ്ലാം വിശ്വസിക്കുന്നവരാണെങ്കിൽ ഖുറാൻ പഠിക്കും, ഷെറിയത്ത് പഠിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രധാനമായിട്ട് പഠിച്ചുകൊണ്ടിരുന്നത്, വിദ്യാഭ്യാസത്തിന്റെ സിറ്റുവേഷനിൽ ഉണ്ടായിരുന്നത്. അതിനെ മാറ്റിയതിനു ശേഷം അവിടേക്ക് എന്ത് കൊണ്ടുവന്നു? വെസ്റ്റേൺ എഡ്യൂക്കേഷൻ, യൂറോപ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം എന്ത് ചെയ്തു? കൊണ്ടുവന്നു. അത് പഠിപ്പിക്കാൻ വേണ്ടി പ്രധാനമായിട്ട് വന്ന ആളുകളാണ് ജസ്യൂട്ടുകൾ. ഇവർ പ്രധാനമായിട്ട് കാത്തലിക്സിന്റെ ഒരു വിഭാഗമായിട്ട് വരുന്ന ആളുകളാണ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്ത് ചെയ്യും? പഠിപ്പിക്കേണ്ടി വരും. അവരൊരു കോളേജ് ഉണ്ടാക്കണ്ടേ? അവരുണ്ടാക്കിയ പ്രധാനപ്പെട്ട കോളേജിന്റെ പേരാണ്. സോ ഒരു കോളേജ് ഉണ്ടാക്കിയിട്ടുള്ളൂ അല്ലാട്ടോ, ഒരുപാട് കോളേജ് ഉണ്ടാക്കിയിട്ടുണ്ട്. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ പഠിക്കേണ്ട കോളേജിന്റെ പേരാണ് 1542-ല് ഗോവയിൽ എന്താ? സെന്റ് പോൾസ് കോളേജ്. ഓക്കെ, അപ്പൊ സെന്റ് പോൾസ് കോളേജിന്റെ പ്രത്യേകത എന്താണ്? ആക്ച്വലി ഇന്ത്യക്ക് യൂറോപ്യൻ വിദ്യാഭ്യാസ സമ്പ്രദായം പരിചയപ്പെടുത്താൻ വേണ്ടി ജെസ്യൂട്ടുകൾ സ്ഥാപിച്ച ഏകദേശം ആദ്യത്തെ കോളേജാണ് അത്, സെന്റ് പോൾസ് കോളേജ്. എവിടെയാണ് ഉണ്ടാക്കിയത്? ഗോവയിലാണ് ഉണ്ടാക്കിയത്. ഓക്കെ, എങ്കിൽ എറണാകുളം പള്ളിപ്പുറം കോട്ട എന്ന് പറഞ്ഞൊരു കോട്ടയുണ്ട്.
ഈ കോട്ട യൂറോപ്യന്മാർ നിർമ്മിച്ച നിലവിലുള്ള ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയായിട്ട് എന്ത് ചെയ്യുന്നു, കണക്കാക്കപ്പെടുന്നു. അപ്പൊ യൂറോപ്യന്മാർ എന്നാണോ പറയുന്നിരിക്കുന്നത്? അത് പോർച്ചുഗീസുകാരുണ്ട്, ഡച്ചുകാരുണ്ട്, ഫ്രഞ്ചുകാരുണ്ട്, ബ്രിട്ടീഷുകാരുണ്ട്. ഇവരെല്ലാവരും ഉണ്ടാക്കിയതിൽ ഏറ്റവും പഴക്കം ചെന്ന കോട്ടയായിട്ട് നമുക്ക് എന്ത് കോട്ടയെ പറയാൻ പറ്റും? പള്ളിപ്പുറം കോട്ടയെ പറയാൻ പറ്റുന്നതാണ്. എങ്കിൽ ദാ കിടക്കുന്നു ക്വസ്റ്റ്യൻ. ഇന്ത്യയിൽ ആദ്യമായി അച്ചടി നടന്ന സ്ഥലം എവിടെ നടന്നത്? ഗോവ. എന്റെ കൂടെ ഏതാ വർഷം എന്ന് പറയാൻ പറ്റുമോ? വർഷം എപ്പോൾ നടന്നു പറയാൻ പറ്റുമോ? 1556. കേരളത്തില് 1577, 1580. 1577 പുന്നക്കായലില്, 1580 തരങ്കമ്പാടിയില്. ഓക്കെ. കൊച്ചിയിലും വൈപ്പിനിലും അച്ചടിശാല സ്ഥാപിച്ച യൂറോപ്യൻ ശക്തി ആരാ? നമ്മുടെ പോർച്ചുഗീസുകാർ. പോർച്ചുഗീസുകാർ കേരളത്തിൽ അച്ചടി ആരംഭിച്ച വർഷം എപ്പോഴാ? 1577. ഓക്കെ. 1580 ഉണ്ട്, 1577 ഉണ്ട്. രണ്ടും കിട്ടിയില്ലേ? ക്വസ്റ്റ്യൻസ് റെഡി ആയില്ലേ? യൂറോപ്യന്മാർ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും പഴക്കം ചെന്ന നിർമ്മിതിയായി കണക്കാക്കുന്നത് ഏതാണ്? നമ്മുടെ പള്ളിപ്പുറം കോട്ട. പള്ളിപ്പുറം കോട്ട എവിടെയുള്ളത്? നമ്മുടെ കൊച്ചി, നമ്മുടെ എറണാകുളത്ത്. ഓക്കെ. എങ്കിൽ നെക്സ്റ്റ് പോർച്ചുഗീസുകാരുടെ സംഭാവനയാണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. 1555. സർ വർഷം കൊള്ളാലോ. 555 ഇടയ്ക്ക് ഒരു 1. ഓക്കെ. ആദ്യം ഒരു 1. അങ്ങനെ 1555 കൊച്ചിയിലെ രാജാവായ വീര കേരളവർമ്മ. ഈ കൊച്ചിക്കാരും പോർച്ചുഗീസുകാരും എന്താ ഭയങ്കര ദോസ്തിയാണ്. ഇണ പെരിയാത്ത എന്താണ് ഫ്രണ്ട്സിനെ പോലെയാണ്. അങ്ങനെയെങ്കിൽ ഈ വീര കേരളവർമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ? ആ ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി മട്ടാഞ്ചേരിൽ എന്ത് ചെയ്തു? ഒരു കൊട്ടാരം പണിതു. എപ്പോഴാ പണിതത്? 1555. പിന്നെ ഡച്ചുകാർ വന്നപ്പോ ഈ കൊട്ടാരം ആരുടെ കയ്യിലായി? ഡച്ചുകാരുടെ കയ്യിലായി. 1563 എന്ത് ചെയ്തു? ഡച്ചുകാർക്ക് പുതുക്കി പണിതു. അപ്പൊ അതിന്റെ പേര് മാറ്റി എന്താ? ഡച്ച് കൊട്ടാരം എന്ന് വെച്ചാൽ പോർച്ചുഗീസുകാർ ഉണ്ടാക്കുമ്പോ എന്താ? അത് പോർച്ചുഗീസ് കൊട്ടാരം. ഡച്ചുകാർ ഉണ്ടാക്കുമ്പോ എന്താ? ഡച്ച് കൊട്ടാരം. എന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ പൊന്നപ്പനാണ് പോർച്ചുഗീസ് കൊട്ടാരമെങ്കിൽ തങ്കപ്പനാണ് എന്ത്? ഡച്ച് കൊട്ടാരം. പൊന്നപ്പനും തങ്കപ്പനും എന്താ? സെയിം ആണ്. ഓക്കെ. ഇനി അടുത്തത്, ഇനി അതിൽ മട്ടാഞ്ചേരി കൊട്ടാരം, ലന്ത കൊട്ടാരം എന്നൊക്കെ പറഞ്ഞ എന്താ? ഇത് തന്നെയാ. സോ ഒരു കൊട്ടാരത്തിന് എത്ര പേരുണ്ട്? ഓക്കെ. 4 പേരുണ്ട്. 1555 വീര കേരളവർമ്മയ്ക്ക് ഉണ്ടാക്കിയപ്പോ അത് പോർച്ചുഗീസിന്റെ കൊട്ടാരമായി, വീര കേരളവർമ്മക്കുള്ള കൊട്ടാരമായി. 1663 ഡച്ചുകാർ പുതുക്കി പണിത്. അപ്പൊ അതെന്തായി? ഡച്ച് കൊട്ടാരമായി. ഓക്കെ അല്ലെ? അത് മട്ടാഞ്ചേരി ഉള്ളതുകൊണ്ട് മട്ടാഞ്ചേരി കൊട്ടാരം എന്ന് വിളിക്കാൻ വേണ്ടി തുടങ്ങി. ഡച്ചുകാരെ വിളിച്ച വേറൊരു പേരാണ് ലന്തക്കാർ. അവിടെ എന്ത് പറഞ്ഞ ആക്ച്വലി ലന്ത കൊട്ടാരം എന്ന് എന്ത് ചെയ്തു? അറിയപ്പെട്ടു. ഇതെല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ കേരളത്തില് കുരുമുളകിലും ഇഞ്ചിയിലും എന്ത് ചെയ്തു? ശാസ്ത്രീയ കൃഷി അവർ പ്രോത്സാഹിപ്പിച്ചു. എന്തുകൊണ്ട് അവർക്ക് കുരുമുളകും ഇഞ്ചിയും വേണ്ടത്? കുരുമുളക് ഇഞ്ചി ഇല്ലാതെ എങ്ങനെയാണ് ചിക്കൻ കറി വെക്കുക? ഓക്കെ അല്ലെ? ഇവിടെ ചിക്കൻ കറി അല്ല, പ്രധാനമായിട്ട് ബീഫ് കറിയാണ് ഉണ്ടാവുക. അപ്പൊ എങ്ങനെയാണ് ഈ കറിയൊക്കെ വെക്കുക? കറിയൊക്കെ വെക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു സിസ്റ്റം വേണ്ടേ? ഓക്കെ. ആ സിസ്റ്റമാണ് എന്താ? കുരുമുളകും ഇഞ്ചിയും വേണം. അപ്പൊ നമ്മുടെ അവിടെ കൾട്ടിവേറ്റ് ചെയ്യുന്ന രീതിക്ക് എന്തൊക്കെയോ ചെറിയ പ്രശ്നമുള്ള പോലെ അവർക്ക് ഫീൽ ചെയ്തു. അങ്ങനെ അവരെന്ത് പറഞ്ഞു? നോ പ്രോബ്ലം, നമുക്ക് എന്തുണ്ടാക്കാം? ശാസ്ത്രീയ രീതി ഉണ്ടാക്കാം. സയൻസ് ആണ് എല്ലാത്തിന്റെയും എന്ത്? ഒരു സൊല്യൂഷൻ. അങ്ങനെ ഈ കുരുമുളകിലും ഇഞ്ചിയിലും അവർ എന്ത് ചെയ്തു? ഒരു എന്താണ്? ശാസ്ത്രീയ രീതി പ്രോത്സാഹിപ്പിച്ചു. ഓക്കെ. അവരിവിടെ ഇരിക്കുമ്പോൾ കാർഷിക വിളകൾ എന്താ? കുറെ കാര്യങ്ങൾ കാണാനില്ല. അവരവിടെയുള്ള കുറെ സംഭവങ്ങൾ ഇവിടെ എന്ത് ചെയ്യുന്നില്ല? കാണുന്നില്ല. എന്തൊക്കെയാണ് സാറേ ഉള്ളത്? പുകയില വലിക്കണ്ടേ? പേരയ്ക്ക, മുളക്, ജാതിക്ക, അത്തിക്ക, പൈനാപ്പിൾ, മരച്ചീനി, കശുവണ്ടി, പപ്പായ. സാർ ഇതൊക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ കഴിക്കുന്ന സാധനമാണല്ലോ. അതെ. അപ്പൊ പണ്ട് പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് ഇതൊന്നും നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ അല്ലെ? പേരയ്ക്ക, മുളക്, ജാതിക്ക, അത്തിക്ക, പൈനാപ്പിൾ, മരച്ചീനി, കശുവണ്ടി, പപ്പായ. ഇത് മുഴുവൻ ആര് കൊണ്ടുവന്നതാ? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാ. പുകയില ആര് കൊണ്ടുവന്നതാ? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നതാ. ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട വിളകളല്ലേ ഉള്ളത്? അതെ. ഓക്കെ. അപ്പൊ ഇതെല്ലാം ആര് കൊണ്ടുവന്നാണ്? പോർച്ചുഗീസുകാർ കൊണ്ടുവന്നാണ്. എങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് പുകയില കൃഷി ആരംഭിച്ച എവിടെയാ? കാസർഗോഡാണ്. ഇപ്പോഴും നിങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കാസർഗോഡ് എന്ത് ചെയ്യാൻ പറ്റും? പുകയില കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. സോ പുകയില കൃഷി അങ്ങനെ ചെയ്യാൻ പറ്റുമോ മക്കളെ? ഗവൺമെന്റിന്റെ പെർമിഷനോടെ എന്ത് ചെയ്യാം? പുകയില കൃഷി ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുന്നതായിരിക്കും. അത് എവിടെ പറ്റുന്നു? കാസർഗോഡ് പറ്റുന്നതായിരിക്കും. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. എങ്കിൽ കേരളത്തില് വ്യാവസായിക അടിസ്ഥാനത്തിൽ തെങ്ങ് കൃഷിയും കയറും എന്താ നടത്തിയ ആളുകളുടെ പേരാണ് പോർച്ചുഗീസുകാര്. എന്താ പോർച്ചുഗീസുകാർ വരുന്നതിന് മുമ്പ് തെങ്ങ് കയറും ഇവിടെ ഇല്ല സാറേ. തെങ്ങ് കേരം തിങ്ങും കേരള നാടെന്നാണ് കവി പറഞ്ഞിരിക്കുന്നത്. എന്റെ മക്കളെ അതൊക്കെ ശരി തന്നെ. പക്ഷെ അവിടെ ഒരു വാക്കുണ്ട്. വാക്കിന്റെ പേരെന്താ? വ്യവസായ അടിസ്ഥാനത്തിൽ. വ്യാവസായിക അടിസ്ഥാനത്തിൽ. വ്യാവസായിക അടിസ്ഥാനത്തിൽ എന്ന് വെച്ചാൽ എന്താ? 1, 2 ഉണ്ടാക്കല്ല, ലക്ഷക്കണക്കിന് ഉണ്ടാക്കാന്ന് അർത്ഥം. ഓക്കെ അല്ലെ? ഒരു 10 ഉണ്ടാക്കിയ എന്താ? അത് ചെറിയൊരു ബിസിനസ് ആണ്. പക്ഷെ ഇവിടെ എന്താ? ആയിരക്കണക്കിന് സാധനങ്ങൾ എന്ത് ചെയ്യും? വരുന്നതായിരിക്കും. അപ്പൊ തെങ്ങ് ഒരുപാട് കൾട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഒരുപാട് തേങ്ങ കിട്ടാൻ വേണ്ടിയിട്ട്
തേങ്ങയിൽ നിന്ന് എന്ത് കിട്ടും സാർ? വെള്ളം കിട്ടും. ഓക്കെ, തേങ്ങയുടെ മുകളിൽ ചകിരി ഇല്ലേ? ആ ചകിരിയിൽ നിന്ന് എന്ത് കിട്ടുന്നതായിരിക്കും? കയർ കിട്ടുന്നതായിരിക്കും. അങ്ങനെ കയർ ഉണ്ടാക്കി ഉണ്ടാക്കി ഇവിടെയുള്ള ആളുകൾക്ക് എന്തായി? എക്സ്ട്രാ ആയി. എങ്കിൽ ദാ പിടിച്ചോ കയറ്റുമതി. അവരെന്ത് ചെയ്തു? കയറ്റുമതി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ കേരളത്തിന്റെ ഇന്നത്തെ പ്രധാനപ്പെട്ട രണ്ട് വ്യവസായങ്ങളായ എന്താ? ഒന്ന് നാളികേര വ്യവസായം, രണ്ടാമത്തെ കയർ വ്യവസായം. അതിനെല്ലാം തുടക്കമിട്ടത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. ഇതാണ് ജാതിക്ക. ഓക്കെ, നമ്മൾ കറി ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഇല്ലേ? ഓക്കെ, മസാല ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന സിസ്റ്റം ഇല്ലേ? അതാണ് നട്ട്മഗ് എന്നാണ് ഇതിനെ പറയാ. ഇതാണ് അത്തിക്ക. കഴിച്ചിട്ടുണ്ടോ? നല്ല ടേസ്റ്റ് ഉള്ള ഒരു പഴമാണ്, പക്ഷെ ഒരുപാട് സീഡ്സ് ഉണ്ടാവും. ഓക്കെ, കഴിക്കുമ്പോൾ എന്തായിരിക്കും? ഒരുപാട് സീഡ് വരുന്നതായിരിക്കും. എങ്കിൽ ദാ കിടക്കുന്നു PYQ. 1555 മട്ടാഞ്ചേരിയിൽ വെച്ച് ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച ആരാണ്? ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ച ആരാ? പോർച്ചുഗീസ്. മട്ടാഞ്ചേരി കൊട്ടാരം ആദ്യം നിർമ്മിച്ച ആരാ? അതും പോർച്ചുഗീസ്. ഓക്കെ, കേരളത്തിൽ കശുമാവ് ആദ്യമായി അവതരിപ്പിച്ച യൂറോപ്യൻ ശക്തി ആരാ? അതും പോർച്ചുഗീസ്. ഓക്കെ, പോർച്ചുഗീസുകാർ കേരളത്തിൽ നിരവധി സംഭാവന ചെയ്തിട്ടുണ്ട്. അപ്പൊ ചെയ്തല്ലോ, കഴിഞ്ഞിട്ടില്ലല്ലോ, ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിട്ടില്ലല്ലോ. സമാധാനം കേക്ക്. പോർച്ചുഗീസുകാർ കേരളത്തിൽ നിരവധി സംഭാവന ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട്. താഴെ പറയുന്നവയിൽ ഏതാണ് പോർച്ചുഗീസുകാരുടെ സംഭാവന അല്ലാത്തത്? അല്ലാത്തതാണ് ചോദ്യം. ഓക്കെ, ഇപ്പൊ നമുക്ക് എല്ലാം ചെയ്യാം. ഒന്ന്, അവർ കുരുമുളകിന്റെയും ഇഞ്ചിയുടെയും ശാസ്ത്രീയ കൃഷി പ്രോത്സാഹിപ്പിച്ചു. പ്രോത്സാഹിപ്പിച്ചില്ലേ? ഓക്കെ, അപ്പൊ എന്റെ ചോദ്യം നിങ്ങളോട്, എവിടെയാണോ ഇരിക്കുന്നത് അവിടെ എനിക്ക് എന്ത് ചെയ്യുക? ഉത്തരം പറയുക. ചോദ്യം ഇതാണ്, തെങ്ങിലും കയറിലും എന്താ ചെയ്തത്? തെങ്ങിന്റെ വ്യാവസായിക കൃഷി പ്രോത്സാഹിപ്പിച്ചു. കയറിനെ എന്താക്കി? ഒരു കയറ്റുമതി ഉൽപ്പന്നമാക്കി. ഇതെല്ലാം കിട്ടി. കുരുമുളക്, ഇഞ്ചി, തെങ്ങ്, കയർ. രണ്ട്, അവർ കൊച്ചി, അങ്കമാലി, വൈപ്പിൻകോട്ട എന്നിവിടങ്ങളിൽ ദൈവശാസ്ത്ര സെമിനാരികളും കോളേജുകളും സ്ഥാപിച്ചു. നമ്മൾ കണ്ടല്ലേ, ജെസ്യൂട്ട് സെമിനാരി ഉണ്ട്. ഓക്കെ, പിന്നെന്താ, ഫ്രാൻസിസ് സെമിനാരി ഉണ്ട്. എല്ലാ സെമിനാറും നമ്മൾ എന്താ പഠിച്ചാണ്. മൂന്ന്, അവർ കൊച്ചിയിൽ ബോൾഗാട്ടി പാലസ് പണിതു. ബോൾഗാട്ടി പാലസ് പണിതു എന്നല്ലല്ലോ നമ്മൾ പഠിച്ചത്. മട്ടാഞ്ചേരി ഉണ്ട്. പിന്നെന്താ, മട്ടാഞ്ചേരി പാലസ് എന്ന് വിളിക്കുക, ലന്ത കൊട്ടാരം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താ ഡച്ച് കൊട്ടാരം എന്ന് വിളിക്കുക, അല്ലെങ്കിൽ എന്താണ് ആക്ച്വലി പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ വീരകേരളമ കൊട്ടാരം എന്ന് വിളിക്കുക. ഇത്രയും പേര് പഠിച്ച് നമ്മൾ ബോൾഗാട്ടി പാലസ് പഠിച്ചിട്ടില്ലല്ലോ. ബോൾഗാട്ടി പാലസ് നമ്മൾ പഠിക്കാൻ പോണല്ലേ ഉള്ളൂ. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ പോർച്ചുഗീസുകാർക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല. എങ്കിൽ മൂന്നാം സ്റ്റേറ്റ്മെന്റ് എന്താ? തെറ്റാണ്. നാല്, പുകയില, പൈനാപ്പിൾ, പപ്പായ തുടങ്ങിയ പുതിയ കാർഷിക ഉൽപ്പന്നങ്ങൾ എന്ത് ചെയ്തു? അവർ അവതരിപ്പിച്ചു. അവതരിപ്പിച്ചില്ലേ? ഇന്ത്യയിൽ പുകയില ആദ്യമായി സ്റ്റാർട്ട് ചെയ്ത എവിടെയാ? നമ്മുടെ കാസർഗോഡ്. ഓക്കെ, എങ്കിൽ ഇവിടെ പറയുന്നതിൽ പോർച്ചുഗീസുകാർ നൽകിയിട്ടുള്ള സംഭാവന അല്ലാത്തത് ഏതാണ് ചോദ്യം? അല്ലാത്തത് ഏതാണ് കാണേണ്ടത്? ഓക്കെ അല്ലെ? അതിന്റെ പേരാണ് ഓപ്ഷൻ 3. ഓപ്ഷൻ 3 എവിടെയുള്ളത്? സിയിൽ തന്നെ. ഓപ്ഷൻ സി എന്ത് ചെയ്യുന്നു? ടിക്ക് ചെയ്യുന്നു. ഓക്കെ, എങ്കിൽ നെക്സ്റ്റ്, കേരളത്തിലെ ഏത് ഭരണാധികാരിക്ക് വേണ്ടിയാണ് പോർച്ചുഗീസുകാർ മട്ടാഞ്ചേരി കൊട്ടാരം നിർമ്മിച്ചത്? നമ്മുടെ വീരകേരളവർമ്മ. ഓക്കെ, ലന്ത കൊട്ടാരം എന്നും അറിയപ്പെടുന്ന സ്ഥലം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ മട്ടാഞ്ചേരിയില്. ഓക്കെ, ഡൺ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കലാരൂപത്തിന്റെ പേരാണ് ചവിട്ട് നാടകം. ചവിട്ട് നാടകം എന്ന കലാരൂപത്തിന് ഓക്കെ കേരളത്തിൽ വികസിപ്പിച്ചെടുത്തതും അത് പ്രചാരത്തിലാക്കിയത് ആരാ? പോർച്ചുഗീസുകാരാണ്. സാർ പറഞ്ഞതിൽ ഒരു തെറ്റുണ്ട്. ചവിട്ട് നാടകം ഉണ്ടാക്കിയത് ആരാ? പോർച്ചുഗീസുകാരാണ്. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഞാൻ പറയുന്നു ചവിട്ട് നാടകം ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിലാണ്. അതിനെ വികസിപ്പിച്ചെടുത്തതും പ്രചാരത്തിലാക്കിയത് ആരാ? പോർച്ചുഗീസാണ്. എങ്കിൽ ചവിട്ട് നാടകം ഒരു ക്രിസ്തീയ കലാരൂപമാണ്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? 2 മിനിറ്റ് എന്റെ കൂടെ വരും. ആദ്യം നമുക്ക് ക്രിസ്തീയ കലാരൂപമായ ചവിട്ട് നാടകത്തെ കുറിച്ച് എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ, ചവിട്ട് നാടകത്തിൽ സംഗീതമുണ്ട്, നൃത്തമുണ്ട്, അഭിനയമുണ്ട്, സംഭാഷണമുണ്ട്, താളമുണ്ട്. എന്ന് വെച്ചാൽ ഒരു മിനി സിനിമയാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. നാടകത്തിനല്ലേ മക്കളെ ഇന്ന് കാണുന്ന സിനിമയൊക്കെ ഉണ്ടായിട്ടുള്ളത്. ഇനി നാടകത്തിന്റെ തീം എന്താണ്? ആക്ച്വലി ക്രിസ്തീയ നാടകമല്ലേ? അപ്പൊ ക്രിസ്തു, വിശുദ്ധന്മാർ. ആരാണ് സാർ വിശുദ്ധന്മാർ? നമ്മുടെ സെന്റ് പോൾ, സെന്റ് തോമസ്, സെന്റ് മേരി, അങ്ങനെയുള്ള വിശുദ്ധന്മാർ. ഓക്കെ, രാജാക്കന്മാരുടെ ചരിത്രം. എവിടത്തെ രാജാക്കന്മാരുടെ ചരിത്രം? റോമിലെ രാജാക്കന്മാരുടെ ചരിത്രം. അന്ന് നമ്മുടെ കുഞ്ചാക്കോ ബോവനും ബിജു മേനോനും പറഞ്ഞ പോലെ നമ്മൾ റോമീന്ന് വന്ന അച്ഛന്മാരാണ്. അതുപോലെ എന്താ, റോമീന്ന് വന്ന രാജാക്കന്മാരുടെ ചരിത്രം എന്ത് ചെയ്യുക? അവിടെ ഉണ്ടാവുക. അയാളല്ലേ ഇപ്പൊ പറഞ്ഞ് കേരളത്തിലാണ് ഉണ്ടാക്കി എന്നുള്ളത്. കേരളത്തിലുള്ളവർക്ക് എങ്ങനെ റോമിന്റെ കാര്യം അറിയാം എന്ന് ഡൗട്ട് നിങ്ങൾക്ക് വന്നല്ലോ. കറക്റ്റ്. ഓക്കെ, അതിനെ എനിക്ക് പറയാനുള്ളത്. ആദ്യം അത് കേരളത്തിൽ ഉണ്ടാക്കുമ്പോൾ അതിൽ റോമിലും ഇല്ല, എവിടത്തെയും ഇല്ല. അതിനെ വികസിപ്പിച്ചെടുക്കാന്ന് പരിപാടി ചെയ്തില്ലേ? അപ്പൊ അതിനെന്താക്കി? നമ്മുടെ രാജാക്കന്മാരെ മാറ്റി റോമിലെ രാജാക്കന്മാരാക്കുന്ന പരിപാടിയാണ് ആര് ചെയ്തിരിക്കുന്നത്? നമ്മുടെ പോർച്ചുഗീസുകാർ ചെയ്തിരിക്കുന്നത്. ഇത്രയും മനസ്സിലായ? ഡണ്ണല്ലേ? അപ്പൊ ഇത് കഥകളി എന്ന കലാരൂപത്തിന് എന്താ? ഒരു ക്രിസ്തീയ പതിപ്പാണ്. ഇതിനെ കുറിച്ച് എനിക്ക് 2 വാക്ക് ആദ്യം പറയാനുണ്ട്. എന്താണ് സാർ സാറിന് 2 വാക്ക്? സാറിന് 2 വാക്ക് ഒരിക്കലും 2 വാക്കും നിൽക്കില്ല. അത് 2 മിനിറ്റ് എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് എന്നെ നന്നായി മനസ്സിലായി? അപ്പൊ കേട്ടോ, പണ്ട് കാലത്ത്
ഹിന്ദുക്കളുടെ പ്രധാനപ്പെട്ട ഒരു എന്റർടൈൻമെന്റ് പരിപാടിയാണ് കഥകളി എന്ന് പറയുന്നത്. ആരെങ്കിലും കഥകളി കാണാൻ പോയിട്ടുണ്ടോ? നിങ്ങൾ പോയിട്ടുണ്ട്, ഞാനും പോയിട്ടുണ്ട്. ഓക്കെ അല്ലെ? പോയി നോക്കുക. അതാദ്യം മനസ്സിലാക്കണമെങ്കിൽ 10 ബുക്ക് ആദ്യം വായിച്ചിട്ട് പോകണം. ഓക്കെ, ഒന്ന് കഥ വായിക്കണം, എന്താണ് അവിടെ കഥ എന്നുള്ളത്. രണ്ട്, ഓരോ നടക്കുന്ന ആളുടെയും സ്ട്രക്ചർ അറിയണം, അവരെന്താ പറയണമെന്ന് അറിയണം, അവർ പറഞ്ഞ മുദ്ര അറിയണം. നിങ്ങൾ തന്നെ പറ, ഞാൻ എന്തിനാ എന്റർടൈൻമെന്റ് പോകുന്ന ആക്ച്വലി? മനുഷ്യൻ വീട്ടിൽ ഭയങ്കര ടെൻഷനാണ്. ഒരു 2 മണിക്കൂർ പോയിട്ട് ഒന്ന് റിലാക്സ് ആയിട്ട് വരാന്നല്ലേ ഒരു എന്റർടൈൻമെന്റ് നമ്മൾ പോകേണ്ട കാര്യമുള്ളത്. ആ എന്റർടൈൻമെന്റ് പോകുന്നതിന് പകരം അതിനു വേണ്ടി 10 ബുക്ക് പഠിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ പറഞ്ഞു കഴിഞ്ഞാൽ പണിയായല്ലോ മക്കളെ. ഓക്കെ, അപ്പൊ ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണെന്ന് മനസ്സിലായല്ലോ. അതെ, എങ്കില് അതിന്റെ ക്രിസ്തീയ പതിപ്പാണ് ചവിട്ടുനാടകം എന്ന് പറയുന്നത്. അപ്പൊ ക്രിസ്ത്യാനികൾക്ക് എന്തെങ്കിലും വേണമല്ലോ, അതിനുവേണ്ടി ചവിട്ടുനാടകം ഉണ്ടാക്കി. ഇവർ കോംപ്ലിക്കേറ്റഡ് ആയ പരിപാടി എന്താക്കി, സിമ്പിൾ ആക്കി. അപ്പൊ എങ്ങനെയാണ് ഒരു ചവിട്ടുനാടകം കളിക്കുക? ആദ്യം മരപ്പാലകൾ ഉപയോഗിച്ച് ഒരു സ്റ്റേജ് ഉണ്ടാക്കും. നാടകത്തിന് മരപ്പാലകൾ ഉപയോഗിച്ചുള്ള പണ്ടുകാല സ്റ്റേജ് ഉണ്ടാക്കുക, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ടാക്കും. എന്നിട്ട് ഒരു പാട്ട് പാടും. പാട്ട് പാടും സാർ. ഈ നാടകത്തിന്റെ ആദ്യം തൊട്ട് അവസാനം വരെ എന്തായിരിക്കും? പാട്ടായിരിക്കും. സാർ, ഈ ഡയലോഗ് ഉണ്ട് പറഞ്ഞിട്ട് ഈ പാട്ടിന്റെ ഇടയിലാണ് ഡയലോഗ് ഉണ്ടാവുക. എങ്കിൽ ചവിട്ട് നാടകം എന്ന് പറയുന്നത് 6 പ്രത്യേക വിഭാഗമായിട്ട് എന്തെങ്കിലും നടക്കുന്നതായിരിക്കും. അതെന്താ സാറേ 6 പ്രത്യേക വിഭാഗങ്ങൾ? നമ്പർ 1 വർണ്ണമാട്ടുക്കൾ, നമ്പർ 2 ബിരുദം, നമ്പർ 3 കാവി, നമ്പർ 4 കാപ്പ്, നമ്പർ 5 തുയാരം, നമ്പർ 6 കളിത്തുറ. ഓക്കെ, ഇങ്ങനെ ഇങ്ങനെ പരിപാടി ഉണ്ടാവും. സാർ, ഈ പറഞ്ഞത് മനസ്സിലായില്ല. ഓക്കെ, ഒരു പാട്ടുണ്ട് കേട്ടോ. ഈ പാട്ട് ഞാൻ വർണ്ണമാട്ടുക്കൾ എന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ തുടങ്ങുവാണെങ്കിൽ പാട്ട് വളരെ സ്ലോ ആയിരിക്കും. ഓക്കെ, ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും എന്താ പറയാ ആപ്റ്റ് ആയിട്ടുള്ള ഒരു പാട്ടാണ് കല്യാണ രാമൻ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. ഈ പടത്തിൽ ദിലീപും എല്ലാവരും കൂടി ചേർന്ന് ചേർന്നൊരു പാട്ടുണ്ട് ഒരു കല്യാണത്തിന് സമയത്ത്. ആ പാട്ടാണ് ഒന്നാം മല കയറി പോകേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടേണ്ടേ. സാർ പാട്ട് പാടാൻ പോവാ? ഇല്ല ഇല്ല. ഓക്കെ, നിങ്ങൾ വിഷമിക്കണ്ട. ഓക്കെ, 2 വാക്ക് കൊണ്ട് എന്ത് ചെയ്യും? നിർത്തുന്നതായിരിക്കും. എങ്കിൽ അത് ആദ്യം ഒന്നാം മല കയറി പോവേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി ചാടേണ്ടേ എന്ന് പറഞ്ഞ പാട്ടായതിനു ശേഷം പിന്നീട് എന്തായി? ഒന്നാം മല കയറി പോകേണ്ടേ, അവിടെ നിന്ന് തലയും കുത്തി 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 എന്ന് പറയുന്ന രീതിക്കായില്ലേ? പാട്ടിന്റെ സ്പീഡ് കൂടിയില്ലേ? അതേ സെറ്റപ്പാണ് നടക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യം വർണ്ണമാട്ടുകളാവുമ്പോ ചെറിയ എന്തായിരിക്കും? എന്താ പറയാ, വളരെ സ്ലോവിലായിരിക്കും പാടുക. ബിരുദം ഫാസ്റ്റ്, കാവി വീണ്ടും ഫാസ്റ്റ്, കാപ്പ് വീണ്ടും ഫാസ്റ്റ്, തുയ്യാരം വീണ്ടും ഫാസ്റ്റ്, കളിത്തുറ വീണ്ടും ഫാസ്റ്റ്. മനസ്സിലായി മനസ്സിലായി, നിർത്തിക്കോ. അതെ, അത്ര എനിക്കും പറയാനുള്ളൂ. മനസ്സിലായില്ലേ? അതെ. അപ്പൊ ഇങ്ങനെയുള്ള 6 സ്റ്റെപ്പിലാണ് ചെയ്യാം. ഒരു ഗാനത്തിലൂടെ എന്ത് ചെയ്യാൻ പോകുന്നത്? കഥ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഈ പരിപാടിയൊക്കെ ആരാണ് ഉണ്ടാക്കിയത്? നമ്മുടെ കൊച്ചിയില് മട്ടാഞ്ചേരിയില് കൂനംകുരിശ് പ്രതിജ്ഞ കാണുന്ന നിങ്ങൾക്ക് അറിയാലോ. അതെ, അപ്പൊ കൊച്ചിയിലെ മട്ടാഞ്ചേരിയിലെ കൂനംകുരിശിൽ ഒരു തമിഴ്നാട് സ്വദേശി വന്നു. ആ തമിഴ്നാട് സ്വദേശിയുടെ പേരാണ് ചിന്നത്തമ്പി അണ്ണാവി. ഈ ചിന്നത്തമ്പി അണ്ണാവിയാണ് ചവിട്ട് നാടകം ആദ്യമായി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ നാടകം രചിച്ചിരിക്കുന്നത്. അപ്പൊ ചവിട്ട് നാടകം എന്താ ഉണ്ടായത്? നമ്മുടെ കൊച്ചിയിൽ എന്തായിരിക്കുന്നത്? ചവിട്ട് നാടകം ഉണ്ടായിരിക്കുന്നത്. സാർ, വന്നിരിക്കുന്ന ആള് ചിന്നത്തമ്പി അണ്ണാവിയാണ്. അയാൾ എങ്ങനെയാ മലയാളത്തിൽ എഴുതുക? അതിന് എനിക്കും പറയാനുള്ളൂ. ചവിട്ട് നാടകം ആദ്യം എഴുതിയിരിക്കുന്നത് എന്താണ്? തമിഴിലാണ്. അതെന്നാണ് പിന്നീട് മറ്റു ഭാഷകളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പൊ നെയ്യൂർ സ്വദേശിയായിരുന്ന വേദനായകൻ പിള്ളി എന്ത് പറഞ്ഞു? ചിന്നത്തമ്പി അണ്ണാവി ഒരു നാടകം എഴുതി, ഞാനും ഒരു നാടകം എഴുതും. ഈ നാടകങ്ങളെല്ലാം പള്ളിയുടെ പരിസരത്ത്, അതായത് എവിടെയാണോ ക്രിസ്ത്യൻ പള്ളി ഉള്ളത് അതിന്റെ പരിസരത്ത് എന്ത് ചെയ്യും? നടക്കുന്നതായിരിക്കും. ഇപ്പൊ നമ്മൾ വേല പൂരമൊക്കെ കാണാൻ പോകുമ്പോൾ അവിടെ ഗാനമേള നടക്കില്ലേ? ഒരു എന്റർടൈൻമെന്റ് ആർക്കാണ് ഇഷ്ടമല്ലാത്തത്? വിശ്രമവേളകൾ ആനന്ദകരമാക്കുന്നല്ലേ എല്ലാവരും തന്നെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പള്ളിയിൽ പോയിട്ട് എല്ലാ സുവിശേഷവും കേട്ടതിന് ശേഷം വിശ്രമവേളകളൊന്ന് ആനന്ദകരമാക്കണ്ടേ? അതിനുവേണ്ടി എന്തെങ്കിലും എന്റർടൈൻമെന്റ് വേണ്ടേ? അന്നാണെങ്കിൽ സിനിമാ തിയേറ്ററും ഇല്ലല്ലോ. എങ്കിൽ എന്ത് ചെയ്യാം? പോയിട്ട് ചവിട്ട് നാടകം കാണാം. ആദ്യം ഉണ്ടാക്കിയ ആളുടെ പേര് ചിന്നത്തമ്പി അണ്ണാവി, രണ്ടാമുണ്ടാക്കിയ ആളുടെ പേര് വേനായകം പിള്ള. ചിന്നത്തമ്പി അണ്ണാവി എവിടെയായിരുന്നു? നമ്മുടെ കൊച്ചിയില് മട്ടാഞ്ചേരിയിൽ കൂനംകുരിശില്. വേനായകം പിള്ള എവിടെയായിരുന്നു? നമ്മുടെ നെയ്യൂരില്. എല്ലാം നമ്മുടെ നെയ്യൂർ പറയില്ല സാറേ, പ്രാസം വരുന്നില്ല. ശരി, ഓക്കെ, നെയ്യൂരില്. അപ്പൊ ഈ കലാരൂപം ആദ്യമായി പ്രോത്സാഹിപ്പിച്ച ഏത് സംസ്ഥാനത്തുള്ള ആളുകളാ, അതായത് ഏത് വിഭാഗത്തിലുള്ള ആളുകളാ? തമിഴ്നാട്ടിലെ ജനങ്ങളാണ്. കാരണം ഇത് ആദ്യം തമിഴിലായിരുന്നു.
ഓ, ഡബ് ഇത് വന്നിട്ടില്ല. ഓക്കെ, ഡബിങ് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഇപ്പൊ എന്താണ് ആക്ച്വലി ആദ്യം തമിഴിലാണ് ഉണ്ടായിരുന്നത്. എങ്കിൽ എഴുതാൻ വേണ്ടി വേറെയും ആളുകളുണ്ട്. സജ്ജോൻ അണ്ണാവി, വറീച്ചൻ അണ്ണാവി, ചെറിയച്ചൻ അണ്ണാവി, ആന്റണി അണ്ണാവി, എല്ലാവരും എന്തുണ്ടായിരുന്നു ഉണ്ടായിരുന്നു. എന്താണ് സാർ ഈ അണ്ണാവി അണ്ണാവി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നിങ്ങൾ തമിഴ്നാട്ടിൽ പോയി എന്ന് വിചാരിക്കും, നമ്മളവിടെ ചേട്ട ചേട്ട എന്ന് വിളിക്കുന്ന പോലെ അവിടെ അണ്ണ അണ്ണ എന്ന് വിളിക്കില്ലേ? ഓക്കെ, അണ്ണ എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ചേട്ട എന്നല്ലേ അർത്ഥം. അതേ സംഭവം തന്നെ. അതിന് കൂടെ ഒരു വി ഉണ്ടല്ല. ഓക്കെ, പണ്ട് കാലല്ല മക്കളെ, അവിടെ എന്തായി, ഒരു വി എക്സ്ട്രാ ആയിട്ട് വന്നു. അത് നമ്മൾ ചുരുക്കി എന്താക്കി, അണ്ണാന്നാക്കി. അത്രേ ഉള്ളൂ. അപ്പൊ ഒരുപാട് നാടകം എത്തുന്നുണ്ട്, അവിടെ ഉണ്ട്. എങ്കിൽ ഒരുപാട് നാടകം ഉണ്ടോ സാർ? ഉണ്ട്. അതിലേക്ക് പോകുന്നതിന് മുമ്പ്, വർണ്ണാഭമായ ലാറ്റിൻ ക്രിസ്ത്യൻ കലാരൂപമായ ചവിട്ട് നാടകം എവിടെയാണ് ഉത്ഭവിച്ചത്? എവിടെയാണ് ഉത്ഭവിച്ചത് വെച്ചാൽ പോർച്ചുഗീസ് കൊണ്ട് ടിക്കരുത്. എവിടെയാണ് ഉത്ഭവിച്ചത്? നമ്മുടെ കൊച്ചി. ഓക്കെ, ഡണ്ണല്ലേ? ഇതാണ് ചവിട്ട് നാടകത്തിൽ എന്താ കലാരൂപത്തിന്റെ ഡ്രസ് ഉള്ളത്. സാർ ഈ ഡ്രസ് ഒന്നും കണ്ടിട്ട് ഇത് കേരളത്തിൽ ഉണ്ടായ പോലെ തോന്നുന്നില്ലല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. മുണ്ടും എന്താ മോളിൽ ഒരു തോർത്തുവിട്ട് കാണുന്ന ആളുകളെ കൊണ്ട് ഇങ്ങനെ ഡ്രസ് ഇടിപ്പിക്കുക എന്ന പരിപാടിയാണ് ആര് ചെയ്തിരിക്കുന്നത്? പോർച്ചുഗീസുകാർ ചെയ്തിരിക്കുന്നത്. ഇത്രയും കാര്യം ഒക്കെയാണോ? അതെ. എങ്കിൽ പ്രധാനപ്പെട്ട ചവിട്ട് നാടകങ്ങളുടെ പേരെന്താ സാറേ? ബ്രസീലിയൻ നാടകം, ഔസേപ്പ് നാടകം, കത്രീന നാടകം, സാന്റാക്ലോസ് നാടകം, കാൾമാൻ നാടകം, ജ്ഞാനസുന്ദരി. ഓക്കെ, എന്തൊക്കെ സിനിമ വന്നാലും ഒരേ ഒരു ബാഹുബലിയേ ഉള്ളൂ. ഓക്കെ, ഒരേ ഒരു ദംഗലേ ഉള്ളൂ, ഒരേ ഒരു KGF ഉള്ളൂ. കറക്റ്റ് അല്ലേ? എങ്കിൽ എല്ലാ സിനിമയും വന്നിട്ടുണ്ടെങ്കിലും ഈ ചവിട്ട് നാടകത്തിന്റെ ബാഹുബലിയും KGF വെച്ച് കഴിഞ്ഞാൽ പറയാൻ പോകുന്ന നാടകത്തിന്റെ പേരാണ് കോൾമാൻ ചരിതം. കോറൽ മാൻ ചരിതം. ആരാണ് സാറേ ഈ കാറൽ മാൻ? ഈ കോറൽ മാൻ എന്ന് പറയുന്നത് റോമോ സാമ്രാജ്യത്തിലെ ഇതിഹാസ എന്താ ഒരു നായകന്റെ പേരാണ് കോറൽ മാൻ. ഈ കോറൽ മാൻ ചരിതമാണ് എന്ത് ഏറ്റവും ജനപ്രിയമായിട്ടുള്ള നാടകമായിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ചവിട്ട് നാടകമായ കോറൽ മാൻ ചരിതത്തിലെ ഇതിഹാസ നായകൻ സോറി, ചവിട്ട് നാടകമായ കോളമൻ ചരിത്രത്തിലെ ഇതിഹാസ നായകൻ ഏത് രാജ്യത്തിന്റെ ഭരണാധികാരിയായിരുന്നു? അവിടെ കോളമൻ ഇൻട്രഷൻ, സോറി. ഓക്കെ, എവിടെയുള്ള ആളായിരുന്നു? റോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരി ആയിരുന്നു. PYQ ഒക്കെ അല്ലേ? ഓക്കെ, എങ്കിൽ ആദ്യം ചവിട്ട് നാടകം പഠിക്കാൻ നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യണം? ആയോധന കല പഠിക്കണം. സർ, കുങ്ഫു കരാട്ടെ പഠിക്കാനാണ് ഉദ്ദേശിച്ചത്. കുങ്ഫു കരാട്ടെ അല്ല, പോയിട്ട് എന്ത് ചെയ്യുക? കളരി എന്ത് ചെയ്യുക? പഠിക്കുക. ഓക്കെ അല്ലെ? അപ്പൊ അങ്ങനെയുള്ളതിൽ പ്രാവീണ്യമുള്ളവർക്ക് മാത്രം എന്ത് ചെയ്യുള്ളൂ? ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ സാറിനൊന്നും ചെയ്യാൻ പറ്റില്ല, എനിക്ക് ചെയ്യാൻ പറ്റില്ല. ഓക്കെ അല്ലെ? കാരണം കലാകാരൻ അദ്ദേഹത്തിന്റെ ശരീരം, അദ്ദേഹത്തിന്റെ മുഖം, പ്രത്യേകിച്ച് എന്താ കണ്ണുകൾ എന്നിവ താളത്തിനനുസരിച്ച് സംഗീതത്തിനനുസരിച്ച് എന്ത് ചെയ്യണം? ചലിപ്പിക്കണം. എന്നിട്ട് ഡയലോഗ് പറയണം. സോറി, ഡയലോഗ് പറയണം. പാട്ടിന്റെ സ്പീഡ് കൂടുന്നതനുസരിച്ച് എന്ത് ചെയ്യണം? ചുവട് വയ്ക്കുകയും വേണം. അപ്പൊ ഡാൻസ് ചെയ്യണം, ഡാൻസ് ചെയ്യുന്ന ഒപ്പം അഭിനയിക്കണം, എന്നിട്ട് എന്ത് ചെയ്യണം? ചുവടും വെക്കണം. അമ്മ എന്നാണെന്ന് തന്നെ. ഓക്കെ, പോർച്ചുഗീസ് യൂറോപ്യൻ മിഷണറിമാരുടെ സ്വാധീനത്തിൽ ഈ നാടകം എന്തായി? യൂറോപ്പിന്റെ രീതിയിലേക്ക് മാറി. സിമ്പിളായി പറയണെങ്കിൽ ദൃശ്യം മലയാളത്തിലല്ലേ വന്നത്? ദൃശ്യം എല്ലാ ഭാഷയിലും വന്നിട്ടില്ലേ? ഓക്കെ, അപ്പൊ ദൃശ്യം എവിടെയാ? നമ്മുടെ ബോളിവുഡിലൊക്കെ പോകുമ്പോ ഹിന്ദിക്കാര് അത് ചെയ്യുമ്പോ അതിൽ ഇത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരില്ലേ? അപ്പൊ നിങ്ങൾ സാർ ഇത്രയല്ല, ഒരുപാട് മാറ്റം വരും. അതന്നെ. അപ്പൊ നമ്മുടെ ഇവിടത്തെ നാടകം എടുത്തിട്ട് യൂറോപ്യന്മാർ ചെയ്യുമ്പോൾ, പോർച്ചുഗീസുകാർ ചെയ്യുമ്പോൾ അതിൽ കുറച്ച് മസാലയൊക്കെ ചേർക്കുമല്ലോ. ആ മസാല ചേർക്കുന്ന പരിപാടിയാണ് ആര് ചെയ്യുന്നത്? പോർച്ചുഗീസുകാർ ചെയ്യുന്നത്. ഓക്കെ അല്ലെ? അപ്പൊ കേരളത്തിലെ സിറിയൻ ക്രിസ്ത്യാനികൾ പറഞ്ഞ എന്ത് ചെയ്യില്ല, ഞങ്ങൾക്ക് ഈ നാടകം ഇഷ്ടമല്ല, ഞങ്ങൾക്ക് നാടകം വേണ്ട. അതെന്താ അങ്ങനെ പറയാൻ കാരണം? ലാറ്റിൻ കാത്തോലിക്സ് അല്ലെങ്കിൽ ലാറ്റിൻ സമൂഹം താമസിക്കുന്ന കടത്തീരങ്ങളാണ് എന്ത് ചെയ്തിരിക്കുന്നത് ഇവ കൂടുതൽ അവതരിപ്പിച്ചിരിക്കുന്നത്. ലാറ്റിൻകാർക്കും സിറിയൻകാർക്കും കണ്ട എന്ത് ചെയ്യില്ല, പറ്റില്ല. ഓക്കെ, അവർ തമ്മിൽ എന്താണ് ഒരു ചെറിയ അടിയുണ്ട്. ഓക്കെ, അങ്ങനെ സിറിയൻ ക്രിസ്ത്യാനികൾ എന്ത് പറഞ്ഞു? ഞങ്ങൾ ഈ നാടകം കാണില്ല എന്ന് പറഞ്ഞു. ലാറ്റിൻ സമൂഹം എന്ത് പറഞ്ഞു? ഞങ്ങൾ ഈ നാടകം എന്ത് ചെയ്യും? കാണുന്നതായിരിക്കും. ലാറ്റിൻ സമൂഹം പ്രധാനമായി ജീവിച്ചത് ഏത് ഭാഗത്താണ്? കടൽ തീര ഭാഗത്താണ്. എങ്കിൽ കടൽ തീരങ്ങളിലാണ് എന്ത് നടക്കാൻ പോകുന്നത്? ചവിട്ട് നാടകം നടക്കാൻ വേണ്ടി പോകുന്നത്. ഇതാണ് എന്ത്? ഓപ്ര. സർ, ഓപ്ര ഇതിൽ കാണുന്നില്ല. അതാ ഞാൻ മാറി. ഓക്കെ അല്ലെ? ഇതാണ് ഓപ്ര. നോക്കിക്കേ, യൂറോപ്പിൽ ഉണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട എന്താണ് ആക്ച്വലി ഒരു ഇപ്പോഴും ഉണ്ട് കേട്ടോ. ഓക്കെ അല്ലെ? ഒരു കലാരൂപമാണ് ഓപ്ര. അപ്പൊ അവരുടെ ഡാൻസ്, അവരുടെ പ്രവർത്തനം, അവരുടെ പാട്ട്, ഇതൊക്കെ നോക്കിക്കേ. അതിന്റെ ഒരു സിറ്റുവേഷൻ നമുക്ക് എന്ത് കാണും? നമ്മുടെ കയ്യിൽ കാണാൻ പറ്റും. എങ്കിൽ കഥാപാത്രങ്ങൾ എന്തായിട്ട് മാറി? യൂറോപ്യൻ രാജാക്കന്മാരായിട്ട് മാറി. എങ്കിൽ വസ്ത്രത്തിൽ മാറ്റം വന്നില്ലേ? അവരുടെ കിരീടം, അവരുടെ ചെങ്കോൽ, അവരുടെ ആഭരണം, അവരുടെ ആയുധം, അവരുടെ പരിച, അവരുടെ യോദ്ധാക്കൾ. മനസ്സിലായി. അതന്നെ, എല്ലാം എന്തായി? അവരുടെ രീതിക്കായി. ഓക്കെ, അപ്പൊ അവ ഗ്രീക്ക് റോമൻ സാമ്രാജ്യം പോലെ എന്ത് ചെയ്തു? മാറി. കലാകാരന്മാർ വേദിയിലേക്ക് എത്തുമ്പോൾ എന്ത് ചെയ്യും? പാടിയിട്ടാണ്
എപ്പോഴാണ് എത്തുക? ഓക്കെ അല്ലെ? പാടിക്കഴിഞ്ഞതിന് ശേഷം ഗായക സംഘം ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. സംഗീതത്തിനനുസരിച്ച് താളത്തിനനുസരിച്ച് എന്ത് ചെയ്യും? ചുവട് വെക്കുന്നതായിരിക്കും. ആ ചുവട് വെക്കുന്നതിന് അറിയപ്പെടുന്ന പേരാണ് ചുവട്. സോ ചൂട് വെക്കുന്നതിന് അറിയപ്പെടുന്നത് ചൂട്, അതായത് ചൂട് ഇങ്ങനെ വെക്കണം. ഓക്കെ, ഡാൻസ് ചെയ്യണം. ആ ഡാൻസ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ചുവട്. ഓക്കെ, അപ്പൊ ഈ നാടകത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? യൂറോപ്പിന്റെ നവോത്ഥാന സംസ്കാരം. അപ്പൊ യൂറോപ്പിൽ നവോത്ഥാനം ഉണ്ടായിരുന്നു. ആ നവോത്ഥാനത്തിന്റെ സംസ്കാരത്തെ കുറിച്ചാണ് നാടകം എന്ത് ചെയ്യുക? കൂടുതലായിട്ട് പറയാം. അതൊക്കെ കാണണമെങ്കിൽ ഇപ്പൊ എവിടെ പോവുക? ഓക്കെ, കൊച്ചി നമ്മുടെ മുസറിസ് ബിനാലെ ഉണ്ട്. മുസറിസ് ബിനാലെ ഇടയ്ക്ക് നടക്കുന്നുണ്ടല്ലോ. അവിടെ പോയിട്ട് മുസറിസ് ഹെറിറ്റേജ് ഏരിയയിലെ ഗോതുരത്തിൽ പോവുക. അവിടെ എന്തായിരിക്കും? ഒരു 5 ദിവസം ചുവട് ഫെസ്റ്റ് നടക്കുന്നുണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യുക? ചവിട്ട് നാടകം കാണുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവർ ഇപ്പൊ ഒരു കാലിങ്ങനെ പൊക്കണില്ലേ? ഇതാണ് എന്ത്? ചവിട്ട് നാടകത്തിന്റെ ചുവട് എന്ന് പറയുന്നത്. അതിന്റെ ഒപ്പം എന്ത് ചെയ്യണം? പാട്ട് പാടണം, ഡാൻസ് കളിക്കണം, എല്ലാം ചെയ്യണം. എന്റെ അമ്മയെ പണിയാണ്. ഓക്കെ, എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? PYQ ചെയ്യാം. നമ്മുടെ ലക്ഷ്യം എന്താ? ജോലി വാങ്ങാം. നമുക്ക് എന്ത് ചെയ്യാം? ജോലി വാങ്ങാം. ഓക്കെ, ചവിട്ട് നാടകം എന്ന കലാരൂപത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണ്? താ പിടിച്ചോ. 1, കേരളത്തിലെ സഭയുടെ ആഭിമുഖ്യത്തിൽ വികസിപ്പിച്ചെടുത്ത ഒരു നാടക കലയാണ്. അല്ല മക്കളെ. ഓക്കെ, നമ്മുടെ കൊച്ചിയിൽ ഉണ്ടായത് 1 ശരിയാണ്. 2, ക്രിസ്ത്യൻ അല്ലെങ്കിൽ ബൈബിൾ വിഷയങ്ങൾ അവതരിപ്പിക്കുക എന്നാണ് അതിന്റെ ലക്ഷ്യം. കറക്റ്റ് അല്ലേ? ഓക്കെ, അപ്പൊ 2 രണ്ടും എന്താ? ശരിയാണ്. 3, ഏറ്റുമാനൂരിൽ വെച്ചാണ് ഇത് ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത്. അല്ലല്ലോ, അല്ലല്ലോ. നമ്മുടെ ചിന്നത്തമ്പി അണ്ണാവി നമ്മുടെ കൊച്ചിയില്, നമ്മുടെ മട്ടാഞ്ചേരിയിലെ കൂനംകുരിശിൽ വന്നിട്ടല്ലേ അരങ്ങേറ്റം ഉണ്ടായത്? 3 തെറ്റല്ലേ? 4, രൂപീകരണ കാലഘട്ടത്തിൽ വേദനായകം പിള്ള എന്ത് ചെയ്തു? അതിന്റെ വികസനത്തിന് വളരെയധികം സംഭാവന നൽകിയില്ലേ? ചിന്നത്തമ്പി അണ്ണാവി 1ാമത്തെ ആളാണെങ്കിൽ വേദനായകം പിള്ള എന്താ? 2ാമത്തെ ആളല്ലേ? 2ാമത്തെ നാടകം എഴുതിയത് വേദനായകം പിള്ളയല്ലേ? രണ്ടും ഏത് ഭാഷയിലായിരുന്നു? തമിഴിലായിരുന്നു. എങ്കിൽ 3 തെറ്റല്ലേ? 1ഉം 2ഉം 4ഉം ശരിയല്ലേ? 1, 2, 4 ഓപ്ഷൻ ഉണ്ടോ? ഉണ്ടല്ലോ. ഓപ്ഷൻ സി. ടിക്കേണ്ട ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി ആണ്. അത്രയും കാര്യം ഓക്കെ അല്ലേ? എങ്കിൽ പോർച്ചുഗീസുകാരുടെ മറ്റു സംഭാവന. പോർച്ചുഗീസുകാർ കേരളത്തിൽ സ്ഥാപിച്ച ആദ്യത്തെയും ഏറ്റവും പഴക്കമേറിയതുമായ സെമിനാരിയാണ് വൈപ്പിൻകോട്ട സെമിനാരി. വൈപ്പിൻകോട്ട സെമിനാരിയാണ് എന്ത്? ഏറ്റവും പഴക്കമേറിയ സ്ഥലമുള്ളത്. ഇത് മുസരിസ് പൈതൃക സ്ഥലത്തിന്റെ ഭാഗമാണ്. ഏത്? ഈ വൈപ്പിൻകോട്ട സെമിനാരി. മുസരിസ് ഹെറിറ്റേജിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലമാണ് വൈപ്പിൻകോട്ട സെമിനാരി. അവർ 16ാം നൂറ്റാണ്ടില് ഗോതിക് ശൈലി എന്ന് പറഞ്ഞിട്ട് വാസ്തുവിദ്യാ ശൈലി എന്ത് ചെയ്തു? അവതരിപ്പിച്ചു. ഈ ഗോതിക് ശൈലിയിൽ നിർമ്മിച്ച പള്ളി കാണുന്ന സ്ഥലങ്ങൾക്ക്. ഓക്കെ, നിങ്ങൾ ഗോവയിൽ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്ന പള്ളിയുടെ പേരാണ് ഗോവയിലെ ബോം ജീസസ് ബസലിക്ക. സാർ, ഗോവയിൽ പോകാനുള്ള പൈസ നമ്മുടെ കയ്യിലില്ല, നമ്മുടെ കൊച്ചിയിൽ പോവുക. ഓക്കെ, സെന്റ് ഫ്രാൻസിസ് പള്ളി എന്താണ്? ഈ ഗോതിക് ശൈലി ഉണ്ടാക്കിയ പള്ളിയാണ്. ഓക്കെ, അത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. അപ്പൊ ചില വാക്കുകൾ അവരെന്താണ് നമുക്ക് സംഭാവന ചെയ്തിട്ടുണ്ട്. ഇസ്തിരി നമ്മൾ ഉപയോഗിക്കുന്ന വാക്കല്ലേ? റാന്തൽ, പാതിരി, വികാരി, കൊന്ത, ചിന്തേര്. എന്താ സാറേ ചിന്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തരം മഴുവാണ്. കസേര, കസേര എന്നുള്ള വാക്ക് ഉപയോഗിച്ച് ആരും ഉണ്ടാവില്ലല്ലോ. ഇത്തരം വാക്കുകളെല്ലാം ആരാ നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തത്? പോർച്ചുഗീസാണ് കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതെന്നാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. കസേര എന്ന വാക്ക് ഏത് ഭാഷയിൽ നിന്നാണ് വന്നത്? ഏത് ഭാഷയിൽ? പോർച്ചുഗീസ് ഭാഷയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. ഇതാണ് കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് ചർച്ച്. സാർ, പുറത്തുള്ള ഇത് കണ്ടു, അകത്തുള്ള പരിപാടി എങ്ങനെയാ? ഇതാണ് അകത്ത്. എന്ന് വെച്ചാൽ ഈ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിരിക്കുന്നത് ഗോതിക് സ്ട്രക്ചറിലാണ്. ഇത് ആരുണ്ടാക്കിയതാണ്? പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയ സ്ട്രക്ചറിലാണ്. അതിനേക്കാളും ബെസ്റ്റ് പള്ളിയാണ് ബസലിക്കയിൽ എന്താ? ബോം ജീസസ്. ഓൺ സാർ, കൊച്ചിക്ക് വിലയില്ലേ? അങ്ങനെയല്ല മക്കളെ. അതായത് ഏറ്റവും കൂടുതൽ കാലം പോർച്ചുഗീസുകാർ ഉണ്ടായിരുന്ന ഗോവയിലായതുകൊണ്ടും ഗോവയിൽ അവരെന്താ അവരുടെ കരവിരുത് മുഴുവൻ ഇറക്കിയത് കൊണ്ടും ഗോവയിലാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? പോർച്ചുഗീസുകാരുടെ എല്ലാ സ്വാധീനവും കാണാൻ പറ്റുക. ഇത്രയും കാര്യം ഓക്കെ അല്ലേ? അതെ. കാരണം ഇടയ്ക്ക് ഡച്ചുകാർ വന്നില്ലേ? ഓക്കെ, പിന്നെ ഇവിടെ ബ്രിട്ടീഷുകാർ വന്നില്ലേ? അപ്പൊ എല്ലാവരുടെയും കൂടി ഒരു മിക്സ്ചർ എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാം കൂടി മിക്സ് ചെയ്ത സംഭവം അല്ലേ? അതാണ് ഇവിടെ കാണാൻ പറ്റുക. ഇത്രയും കാര്യം ഓക്കെ ആണല്ലോ? ഓക്കെ, എങ്കിൽ പോർച്ചുഗീസുകാരെ കുറിച്ച് ചില വസ്തുക്കൾ നോക്കിയാലോ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മറന്നു. ഓക്കെ, എങ്കിൽ ഗോവ, ദാമൻ, ദിയു എന്നിവ പോർച്ചുഗീസിന് എന്തായിരുന്നു? കോളനി ആയിരുന്നു. പോർച്ചുഗീസുകാർ ആദ്യം വന്നത് കാപ്പാടാണ്. കാപ്പാടിനെ അവർക്ക് കാപ്പാടെന്ന് വിളിക്കാനൊന്നും അറിയില്ല. അതുകൊണ്ട് അവർ വിളിച്ച പേരെന്താ? താപ്യ. 1958 മുതൽ 1961 വരെ ഉണ്ടായിരുന്ന അന്റോണിയോ വസലോ ഇ സിൽവ. ഇതാരാണ് അന്റോണിയോ വസലോ ഇ സിൽവ? അന്റോണിയോ വസലോ ഇ സിൽവയാണ് ഇന്ത്യയിലെ അവസാനത്തെ പോർച്ചുഗീസ് വൈസ്രോയായി വന്നിരിക്കുന്നത്. ഈ കാര്യം ഒക്കെയാണോ? അതെ. ഓക്കെ, അപ്പൊ ദിയു എപ്പോഴാണ് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായത്? 1535. ദാമൻ എപ്പോഴാണ് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായത്? 1559. ദാദർ ആൻഡ് നാഗർ ഹവേലി എപ്പോഴാണ് പോർച്ചുഗീസ് ഭരണത്തിന് കീഴിലായത്? 1779. അങ്ങനെ ഈ സ്ഥലങ്ങളെല്ലാം ആര് പിടിച്ചെടുത്തു? പോർച്ചുഗീസുകാർ പിടിച്ചെടുത്തു. ഈ കാര്യം ഒക്കെയാണോ? അതെ.
എങ്കിൽ പോർച്ചുഗീസുകാരെ കുറിച്ചുള്ള അവസാന വസ്തുത, ഇന്ത്യയിലെ ആദ്യത്തെ മിന്റ് ഗോവയിൽ സ്ഥാപിച്ചവരാണ് പോർച്ചുഗീസുകാരാണ്. മിന്റ് എന്ന് പറഞ്ഞാൽ എന്താ? പൈസ അടിക്കാനുള്ള സംവിധാനം. ഓക്കെ, എങ്കിൽ അതന്നെയാണ് ക്വസ്റ്റ്യൻ. ആദ്യത്തെ മിന്റ് പോർച്ചുഗീസ് സ്ഥാപിച്ച എവിടെയാ? ഗോവയിൽ. ഇന്ത്യയിലെ താഴെ കൊടുത്തിരിക്കുന്ന പോർച്ചുഗീസ് കോളനികളിൽ ദ്വീപ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, ഗോവ ദ്വീപല്ല, ദാമൻ ദ്വീപല്ല, ദാദ്ര ദ്വീപല്ല, ഏതാണ്? ദിയു ആണ് ദ്വീപായിട്ടുള്ളത്. ഓക്കെ, ഇത്രയും കാര്യമൊക്കെ അല്ലേ? അതെ. എങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ നല്ല രീതിയിൽ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്ത് ഡൗട്ടും എന്ത് ചെയ്യുക? ചോദിക്കുക. @കിരൺ PSC സ്റ്റഡി സർക്കിൾ എന്ന് പറഞ്ഞ ആ ടെലഗ്രാം ചാനലിന്റെ PDF എന്ത് ചെയ്യും? കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ ഇതേപോലെ ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡച്ചുകാരാണ്. അതിനു മുമ്പ് ഇത് ചെയ്ത എല്ലാ PYQ ചേർത്തിട്ട് ഒരു റിവിഷൻ സെഷൻ കൂടി ഉണ്ടാവും. അതും കൂടി കണ്ടതിന് എന്താ? പോർച്ചുഗീസുകാർ പക്കയാവും. അതിനുശേഷം നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്ന ആരാണ്? ഡച്ചുകാരാണ്. അപ്പൊ കണ്ടിന്യൂസ് ആയി എന്ത് ചെയ്യുക? പഠിക്കുക. എന്ത് ഡൗട്ട് എന്ത് ചെയ്യുക? ചോദിക്കുക. ഇതേപോലെ ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരെ ടാറ്റാ, ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.